ഹായ് ഹലോ മാസ്റ്റർ കീ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എയർ ക്ലീനറുകളെ കുറിച്ചിട്ടാണ് അല്ലേ. എയർ ക്ലീനറുകളുടെ യൂസേജ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, കാർബറേറ്ററിലേക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ എയർ ഫ്യൂൽ മിക്സ്ചർ എത്തുക എന്ന് പറഞ്ഞാൽ, കാർബറേറ്ററിൽ നിന്ന് എയർ ഫ്യൂൽ മിക്സ്ചർ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, എയർ ഫ്യൂൽ മിക്സ്ചർ എത്തുക എന്ന് കഴിഞ്ഞാൽ അവിടേക്ക് എന്ത് വേണം? എയറും വരണം, ഫ്യൂലും വരണം. നമ്മൾ ഫ്യൂൽ ഫീഡ് സിസ്റ്റം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താണ്? എയറിനെ നമുക്ക് എങ്ങനെ കാർബറേറ്ററിലേക്ക് എത്താം അല്ലെ. കാർബറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയറിനെയും മിക്സ്ചറിനെയും എയർ ഫ്യൂൽ മിക്സ്ചറിനെ എന്താക്കുന്നത്? മിക്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണെന്ന് നമുക്കറിയാം. എയർ ഫ്യൂൽ മിക്സ്ചറിനെ മിക്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് എന്ത് പറയുന്നത്? കാർബറേറ്റർ എന്ന് നമുക്കറിയാം. അപ്പൊ അവിടെ ഫ്യൂൽ എത്തുന്ന പാർട്ട് നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ എയർ എങ്ങനെ എത്തുക, അതിന്റെ ഏതൊക്കെ വിഭാഗങ്ങളുണ്ട്, ടൈപ്സ് ഉണ്ട് എന്നൊക്കെ നമുക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ പഠിക്കാം. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യുന്ന എയർ ക്ലീനർ എന്താണെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. നോക്കുക, ഇൻ എൻ ഡീസൽ ഓർ പെട്രോൾ എഞ്ചിൻ അച്ചീവിംഗ് കമ്പഷൻ ഓഫ് ഫ്യൂൽ സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് ഓക്സിജൻ ഓർ പ്യുവർ എയർ ഈസ് റിക്വയർഡ്. അത് തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി എയർ ഫ്യൂൽ എത്തുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. പക്ഷെ ഈ ഭൂമിയിൽ എന്ത് കത്തണമെങ്കിലും എയറിന്റെയും ഓക്സിജന്റെയും അതുപോലെ തന്നെ പ്യുവർ എയറിന്റെ ഒരു പ്രസൻസ് അവിടെ ആവശ്യമുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ ഒരു വാക്വം ചേമ്പറിൽ നമ്മൾ കത്തിച്ചു കഴിഞ്ഞാലോ, എയർ ഇല്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു തീ കത്തിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഇഗ്നൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കത്തില്ല, നമുക്ക് നല്ലോണം രീതിയിൽ മനസ്സിലാകും. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. അതാണ് ഡീസൽ എഞ്ചിൻ ഓർ പെട്രോൾ എഞ്ചിൻ for achieving combustion for the fuel sufficient amount of oxygen or pure air is required. അതായത് sufficient amount of oxygen or pure air is required. എന്നാൽ മാത്രമേ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ? അവിടെ ഉണ്ടാവുന്ന എയർ, മനസ്സിലാക്കി വെക്കുക, അവിടെ ഉണ്ടാവുന്ന ഒരു കമ്പഷൻ പ്രോസസ് പൂർണ്ണമാക്കാൻ സാധിക്കുള്ളൂ എന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്തത്, hence before the sending the atmospheric air into the carburetor to petrol engine or directly into the combustion chamber to diesel engine, എയർ മസ്റ്റ് ബി പ്യൂരിഫൈഡ്. നമുക്കറിയാം, നമ്മുടെ അന്തരീക്ഷത്തിൽ നമ്മുടെ എയറുകളിൽ വളരെയധികം ബയോ പാർട്ടികൾ ഉണ്ടാവും, ഡസ്റ്റ് പാർട്ടികൾ ഉണ്ടാവും, മറ്റ് പല രീതിയിലുള്ള പാർട്ടിക്കിൾസ് ഉണ്ടാവും. അത് നമ്മുടെ എഞ്ചിനിലേക്ക് നേരിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത്, നേരിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ വലിയൊരു ഡീമെറിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ബയോ പാർട്ടിക്കിൾസ്, അവിടെ ഉണ്ടാവുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ നമ്മുടെ എഞ്ചിലെ പല പാർട്ടികളെയും വിയർ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്, തേയ്മാനം സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓട്ടോമൊബൈൽ എഞ്ചിനിലെ കാർബറേറ്ററിലേക്കോ അല്ലെങ്കിൽ പെട്രോൾ എഞ്ചിൻസിന്റെ കാർബറേറ്ററിലേക്കോ അതുപോലെ ഡീസൽ എഞ്ചിൻസിലെ കമ്പഷൻ ചേമ്പറിലേക്കോ ഡയറക്റ്റ് ആയിട്ട് ഫ്യൂൽ ഇഞ്ചക്ട് ചെയ്യുന്ന സമയത്ത്, എയർ ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വിയർ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. എഞ്ചിന്റെ ഓവറോൾ പെർഫോമൻസിനെ അത് ബാധിക്കും, എഫിഷ്യൻസി അല്ലെ. അവിടെ ഉണ്ടാവുന്ന ഓവറോൾ എഫിഷ്യൻസി, വിയർ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്, തേയ്മാനങ്ങൾ സംഭവിച്ചാൽ മറ്റു കുറെ പ്രോബ്ലങ്ങളിലേക്ക് ഇത് എന്ത് ചെയ്യുന്നു, നയിക്കുന്നു എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ വേർ ആസ് ദ ഫിൽറ്റർ ഈസ് ഫിൽറ്റർഡ് ഇസ് ഇൻടേക്ക് മാനിഫോൾഡ് ഇൻ ഡീസൽ എഞ്ചിൻസ്. ആരും മനസ്സിലാക്കി വെക്കാം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻടേക്ക് മാനിഫോൾഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, എയർ ക്ലീനർ എന്ന് പറഞ്ഞിട്ടുള്ള ഉപകരണം നമ്മൾ അവിടെ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഇൻടേക്ക് മാനിഫോൾഡിൽ എയർ ക്ലീനർ എന്ന് പറഞ്ഞിട്ടുള്ള ഉപകരണം നമ്മൾ അവിടെ ഫിറ്റ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു കാരണം കൊണ്ടാണെന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. എയർ ക്ലീനർ എന്തിനാ യൂസ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഓക്സിജൻ, അതായത് അറ്റ്മോസ്ഫിയറിലെ ഓക്സിജനോ എയറോ നമുക്ക് എന്തായാലും ആവശ്യമുണ്ട്. പ്രകൃതിയിൽ എന്ത് കത്തണമെങ്കിലും എന്ത് വേണം, ഓക്സിജനോ എയറോ ആവശ്യമുണ്ട് നമുക്കറിയാം. അതേപോലെ തന്നെ ഈ കമ്പഷൻ നടക്കുന്ന സമയത്ത് കമ്പഷൻ ചേമ്പറിലേക്കോ അല്ലെങ്കിൽ പെട്രോൾ എഞ്ചിൻസിൽ കാർബറേറ്ററിലേക്കോ എയറിനെ ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വിയറോ എഫിഷ്യൻസി റിഡക്ഷൻ ഒക്കെ നമുക്ക് ഉണ്ടാവാനുള്ള സാധ്യത. വിയറാണ് പരമപ്രധാനമായിട്ട് വിയറാണ് ഉണ്ടാവുക. അതിനുശേഷം അതിൻ്റെ എഞ്ചിൻ എഫിഷ്യൻസി, വൈറ്റ് സ്മോക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത. പല ഡീമെറിറ്റുകളിലേക്ക് അത് ഡയറക്റ്റ് ചെയ്യുമെന്ന് നമുക്കറിയാം. ഓക്കെ, അതേപോലെ തന്നെ വേർ ആസ് ദ ഫിറ്റഡ് ഇൻ ഇൻടേക്ക് മാനിഫോൾഡ് ഓഫ് ഡീസൽ എഞ്ചിൻസ് ആയാലും പെട്രോൾ എഞ്ചിൻ ഇൻടേക്ക് മാനിഫോൾഡ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുള്ളതാണ് എയർ ക്ലീനേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഇതിന്റെ ടൈപ്പുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ടൈപ്പ് ഓഫ് എയർ ക്ലീനേഴ്സ്. ഒന്നാമത്തത് ഡ്രൈ ടൈപ്പ് എയർ ക്ലീനർ ആണ്. ഡ്രൈ ടൈപ്പ് എയർ ക്ലീനർ 1, 2 ഓയിൽ ബാത്ത് ടൈപ്പ് എയർ ക്ലീനർ, 3 ഓയിൽ കോട്ടഡ് എയർ ക്ലീനർ, 4 സെൻട്രിഫ്യൂഗൽ എയർ ക്ലീനർ. 4 ടൈപ്പ് ഓഫ് എയർ ക്ലീനർ ആണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടൈപ്പ് ഓഫ് എയർ ക്ലീനറിന്റെ ഭാഗത്തുമായിട്ട് പറയാനുള്ളത്. ഡ്രൈ ടൈപ്പ് എയർ ക്ലീനർ, ഓയിൽ ബാത്ത് ടൈപ്പ് എയർ ക്ലീനർ, അതുപോലെ ഓയിൽ കോട്ടഡ് എയർ ക്ലീനർ, അതുപോലെ തന്നെ സെൻട്രിഫ്യൂഗൽ എയർ ക്ലീനർ. ഇവിടെ ഓയിൽ കോട്ടഡ് എയർ ക്ലീനർ നമ്മൾ ഓയിൽ വെറ്റഡ് ടൈപ്പ് എന്നും പറയാറുണ്ട്. ഓയിൽ കോട്ടഡ് എയർ ക്ലീനറിന്റെ മറ്റൊരു പേര് നമ്മൾ ഓയിൽ വെറ്റഡ്. രണ്ട് കോട്ടഡും വെറ്റഡും ഏകദേശം ഒരേ സാമ്യമായിട്ടുള്ള വേർഡുകളാണ്.
എന്നിരുന്നാൽ പോലും നമ്മൾ ഓയിൽ വെറ്റഡ് എയർ ക്ലീനറിന് ചില സാഹചര്യങ്ങൾ കൂടുതലും നമ്മൾ ഓയിൽ വെറ്റഡ് കേൾക്കാറുണ്ട്, ഓയിൽ കോട്ടഡ് എന്നും കേട്ടിട്ടുണ്ട്. പല സാഹചര്യങ്ങളും നമ്മൾ പല വേർഡ്സുകളാണ് കേൾക്കാറുള്ളത്. അപ്പൊ രണ്ടും ഒന്നാണെന്നുള്ള ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. രണ്ടും ഒന്നാണെന്നുള്ള ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. റെഡി അല്ലേ? അപ്പൊ നോക്കാം എന്തിനാണ് എയർ ക്ലീനറിന്റെ യൂസ് ഓഫ് എയർ ക്ലീനർ ടു സെൻഡ് ദ ക്ലീൻ എയർ വിത്തൗട്ട് ഡസ്റ്റ് കണ്ടാമിനന്റ് ഇൻ ടു ദ കാർബറേറ്റർ അല്ലെ. അതായത് ക്ലീൻ എയർ വിത്തൗട്ട് ഡസ്റ്റ് ആൻഡ് കണ്ടാമിനൻസ് ഇൻ ദ കാർബറേറ്റർ, കണ്ടാമിനൻസ് ഒന്നും ഇല്ലാതെ അല്ലെ, ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് മറ്റ് ബാക്ടീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ കാർബറേറ്ററിലേക്ക് ഡയറക്റ്റ് എയറിനെ എത്തിക്കാനുള്ള ദൗത്യമാണ് ആര് ചെയ്യുന്നത്? നമ്മുടെ എയർ ക്ലീനർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. അവോയ്ഡ് മാൽ ഫങ്ഷനിങ് ഓഫ് ദ എഞ്ചിൻ ആൻഡ് പ്രിവെന്റിങ് ഡാമേജ് ഓഫ് ദ എഞ്ചിൻ പാർട്ട് ഡ്യൂ ടു ദ ഇൻകംപ്ലീറ്റ് കമ്പഷൻ. അതായത് നമ്മുടെ എയറിൽ കുറെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് വിചാരിക്കാം. ഡസ്റ്റ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്ത് നമ്മുടെ കമ്പഷൻ ചേമ്പറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ കമ്പഷൻ ചേമ്പറിലെ ഈ വാൾസിലൊക്കെ ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് വന്ന് തട്ടി നിൽക്കും. ആ സമയത്ത് നമ്മുടെ പിസ്റ്റൺ മൂവ് ചെയ്യുന്ന സമയത്ത് ഈ പിസ്റ്റണും അതുപോലെ തന്നെ പിസ്റ്റൺ സിലിണ്ടർ വാളിന്റെയും ഇടയിൽ ഈ ഡസ്റ്റ് പാർട്ടിക്കിൾ വന്നു കഴിഞ്ഞാൽ അവിടെ വലിയ രീതിയിലുള്ള സ്ക്രാച്ചുകൾ, വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. റെഡി അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ അവോയ്ഡ് ദ മാൽ ഫങ്ഷനിങ് ഓഫ് ദ എഞ്ചിൻ ആൻഡ് പ്രിവെന്റ് ദ ഡാമേജ് ഓഫ് ദ എഞ്ചിൻ പാർട്ട് ഡ്യൂ ടു ദ ഇൻകംപ്ലീറ്റ് കമ്പഷൻ. അവിടെ ഒരു ഇൻകംപ്ലീറ്റ് കമ്പഷൻ ഉണ്ടാവാനുള്ള സാധ്യത, ഇത്തരത്തിലുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ, മാൽ ഫങ്ഷനിങ് ബുദ്ധിമുട്ടാവുന്നു, അതുപോലെ തന്നെ എഞ്ചിൻ ഡാമേജ്, പല ഭാഗങ്ങളിൽ എഞ്ചിൻ ഡാമേജ് ഉണ്ടാവുന്നു. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു, എഞ്ചിൻ പാർട്ട് ഡ്യൂ ടു ഇൻകംപ്ലീറ്റ് കമ്പഷൻ മൂലം ആലോചിച്ച് വെക്കുക, ഇൻകംപ്ലീറ്റ് കമ്പഷൻ മൂലം അവിടെ ഉണ്ടാവുന്ന എക്സോസ്റ്റ് ഉണ്ടാവുന്ന ഈ ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ ഈ എക്സോസ്റ്റ് മാനിപ്പുലേഷൻ ഒക്കെ നമുക്ക് അതിൽ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡാമേജ്, എഞ്ചിൻ പാർട്ടുകൾ ഉണ്ടാവുന്ന ഡാമേജുകളൊക്കെ നമുക്ക് എന്താക്കാൻ പറ്റും, ഈ എയർ ക്ലീനർ കൊണ്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കി വെക്കാം. റെഡി. അടുത്തത്, ടു റെഡ്യൂസ് ദ പ്രഷർ ഡിഫറൻസ് ഒക്കർ ഇൻ ദ ഇൻടേക്ക് മാനിഫോൾഡ് ആൻഡ് ലോവർ ദ നോയ്സ് ലെവൽ. അതിന്റെ യൂസേജ് ഒന്നാണ് റെഡ്യൂസ് ദ പ്രഷർ ഡിഫറൻസ് ഒക്കർ ഇൻ ദ ഇൻടേക്ക് മാനിഫോൾഡ് ഉണ്ടാവുന്ന പ്രഷർ ഡിഫറൻസ് നമുക്ക് എന്താക്കാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ലോവർ ദി നോയ്സ് ലെവൽ ലോവർ ചെയ്യാൻ പറ്റും. ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലാക്കി വെക്കുക. നോയ്സ് ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു സൈലൻസർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നമ്മുടെ എയർ ക്ലീനർ ഒരു സൈലൻസർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. റെഡി അല്ലേ? ലോവർ ദി നോയ്സ് ലെവൽ ഇമ്പോർട്ടന്റ് ആണ്. ഇൻടേക്ക് മാനിഫോൾഡിന്റെ പ്രഷർ ഡിഫറൻസിന് എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക. അപ്പൊ എയർ ക്ലീനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ദൗത്യമുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലായിട്ടുണ്ട്. വലിയ ദൗത്യമുണ്ട്. അതായത് ഇത് പ്രോപ്പർ അല്ലെങ്കിൽ നമ്മുടെ എഞ്ചിന്റെ ബാക്കി കോമ്പൗണ്ട്സ് ഒക്കെ വലിയ വർക്കിംഗ് പ്രോപ്പർ ആവില്ല. അപ്പൊ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും വലിയൊരു ദൗത്യം എയർ ക്ലീനറിന് ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കാം. റെഡി അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഒന്നാമത്തെ ഫസ്റ്റ് ടൈപ്പ് ഡ്രൈ ടൈപ്പ് എയർ ക്ലീനർ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എന്താണ് ഡ്രൈ ടൈപ്പ് എയർ ക്ലീനർ? എ ഡ്രൈ ടൈപ്പ് എയർ ക്ലീനർ ഫിൽറ്റേഴ്സ് ഇൻകമിങ് എയർ യൂസിങ് എ പ്ലേറ്റഡ് പേപ്പർ എലമെന്റിനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പേപ്പർ എലമെന്റ്, പ്ലേറ്റഡ് ആയിട്ടുള്ള ഒരു പേപ്പർ എലമെന്റിനെ കൊണ്ട് ഇൻകമിങ് എയറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫിൽറ്റർ ചെയ്യുന്നു. പ്രിവെന്റിങ് ഡസ്റ്റ് ആൻഡ് അതർ ഇംപ്യൂരിറ്റീസ് ഫ്രം ദ എൻറ്ററിങ് ദ എഞ്ചിൻ. ബേസിക്കലി നമ്മുടെ വർക്കിംഗ് എന്താണ്, ഈ എയറിനെ പ്യൂരിഫൈ ചെയ്യുക. അവിടെ ചെയ്യുന്നത് എന്താണ്, ഒന്നുമില്ല, പ്ലേറ്റഡ് ആയിട്ടുള്ള പേപ്പർ എലമെന്റിനെ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ടൈപ്പ് ഡ്രൈ ടൈപ്പ് എയർ ക്ലീനർ ഇതിനെ ഫിൽറ്റർ ചെയ്യുന്നത് മനസ്സിലാക്കി വെക്കുക. ഇത് ഡ്രൈ ടൈപ്പ് എയർ ക്ലീനർ ഇതിനെ ഫിൽറ്റർ ചെയ്യുന്നത് പ്ലേറ്റഡ് ആയിട്ടുള്ള ഒരു പേപ്പർ എലമെന്റ് മുഖാന്തരമാണെന്ന് മനസ്സിലാക്കി വെക്കാം. റെഡി. അപ്പൊ ഇതിനൊരു എക്സാമ്പിൾ ആണ് നമ്മൾ വണ്ടികളിൽ കാണാറുണ്ടായിരുന്ന പ്രത്യേകതയാണ് ഡ്രൈ ടൈപ്പ് എയർ ക്ലീനർ. നോക്കിക്കോ, നമുക്ക് ഇവിടെ ഒരു പ്ലേറ്റഡ് പേപ്പർ എലമെന്റ് ഉണ്ടാവും. പ്ലേറ്റഡ് പേപ്പർ എലമെന്റ് ഒരു ഹെഡ് പോസ്റ്റ് ഉണ്ടാവും, ഒരു ഹെഡ് പോസ്റ്റ് ഉണ്ടാവും. ഈ പ്ലേറ്റഡ് പേപ്പർ എലമെന്റ് എന്താക്കുന്നത്, ഫിറ്റ് ചെയ്യുന്ന ഒരു ഭാഗം ഉണ്ടാവും, കാർബറേറ്റർ, എയർ ക്ലീനർ, ഗ്യാസ്കറ്റ്, അങ്ങനെ പല ഭാഗങ്ങളും ഉണ്ടാവും. ഈ ഭാഗങ്ങൾ എന്ത് ചെയ്യുന്നു, ഇതിലൂടെ എയർ എൻട്രൻസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ എക്സോസ്റ്റ് ചെയ്യുന്നത് കാർബറേറ്ററെ താഴെ കൂടിയാണ്. എൻട്രൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൂടെ എൻട്രൻസ് ചെയ്ത് കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കുക, അത് നേരെ എത്തുന്നത്, ഇത് ഓൾറെഡി ഒരു സെറ്റ് ആയിട്ടാണ് ഉണ്ടാവുക, നേരെ ഈ ഫിൽട്ടർ എലമെന്റിലേക്കാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ആ ഫിൽട്ടർ എലമെന്റിലൂടെ എയർ കടന്നു വിട്ട് കഴിഞ്ഞാൽ ഇതിന്റെ സെന്ററിലൂടെ പോകുന്നത് എന്താണ്, കാർബറേറ്ററിലേക്ക്, കാർബറേറ്റർ എയർ ക്ലീനർ, ഗ്യാസ്കറ്റ് അല്ലെ, കാർബറേറ്ററിലേക്ക് എന്ത് ചെയ്യുന്നു, നേരിട്ട് ഡയറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കാർബറേറ്ററിലേക്ക് എത്തുന്നത് ഫിൽറ്റേഡ് ആയിട്ടുള്ള ഒരു എയർ ആണ്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു പേപ്പർ എലമെന്റ് അസംബ്ലി ആയിരിക്കും ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുക. ഡ്രൈ ടൈപ്പ് എയർ ക്ലീനർ കുറെ മുമ്പ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള രീതിയാണ്, കുറെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ജസ്റ്റ് മനസ്സിലാക്കാൻ. റെഡി. അടുത്തത് ഓയിൽ ബാത്ത് ടൈപ്പ് എയർ ക്ലീനർ ആണ്.
വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓയിൽ ബാത്ത്. നമ്മൾ കുറച്ചുകൂടി നൂതനമായിട്ടുള്ള ടെക്നോളജികളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി എഫിഷ്യൻസി, എയർ ക്ലീനറിന്റെ എഫിഷ്യൻസി നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ആദ്യം തന്നെ ഓയിൽ ബാത്ത് ടൈപ്പ് എയർ ക്ലീനർ, ഇറ്റ് ഈസ് ഹെവി ഡ്യൂട്ടി എയർ ക്ലീനർ. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണേ, ആ പോയിന്റ് പഠിച്ചിരിക്കണേ. ഹെവി ഡ്യൂട്ടി എയർ ക്ലീനർ ആണ് ഓയിൽ ബാത്ത് എയർ ക്ലീനർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡെസിഗ്നേറ്റഡ് ഇൻ എ വെറൈറ്റി ഓഫ് ഷേപ്പ്. പല ഷേപ്പുകളും നമുക്ക് ഈ ഓയിൽ ബാത്ത് ടൈപ്പ് എയർ ക്ലീനർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ദ ടൈപ്പ് ഓഫ് നമ്മളൊരു ഫിഗർ കാണിക്കും, ഷോൺ ഇൻ ഫിഗർ ഡിസൈനേറ്റഡ് പ്ലേസ്ഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദ കാർബറേറ്റർ ആൻഡ് ബി ക്ലാംപ്ഡ് ഇൻ ദ എയർ ഹോൺ. ആലോചിച്ച് വെക്കുക, ഇത് ഈ ഒരു ഫിറ്റ് ചെയ്തിട്ടുള്ളത് ടോപ്പ് ഓഫ് ദ കാർബറേറ്റർ ആയിരിക്കും, എയർ ഹോണിന്റെ ക്ലാമ്പിലായിരിക്കും ഫിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് ഇതൊരു ഹെവി ഡ്യൂട്ടി എയർ ക്ലീനർ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്, ഹെവി ഡ്യൂട്ടി എയർ ക്ലീനർ ആണ്. അതേപോലെ തന്നെ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഫിൽട്ടർ എലമെന്റ് സാച്ചുറേറ്റഡ് വിത്ത് ഓയിൽ. ഒരു ഫിൽട്ടർ എലമെന്റ് സാച്ചുറേറ്റഡ് വിത്ത് ഓയിൽ. അറ്റ് ദ ബോട്ടം ദർ ഇസ് എ സെപ്പറേറ്റ് ഓയിൽ പാൻ. ദ ഓപ്പറേഷൻ ഓഫ് എയർ ക്ലീനിങ് ക്യാരിഡ് ഔട്ട് ഇൻ 2 സ്റ്റേജുകൾ. ആലോചിച്ച് വെക്കുക. റെഡി? അപ്പൊ നോക്കാം, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഫിൽട്ടർ എലമെന്റ് സാച്ചുറേറ്റഡ് വിത്ത് ഓയിൽ. ഒരു ഫിൽട്ടർ എലമെന്റിന്റെ സാച്ചുറേറ്റഡ് വിത്ത് ഓയിൽ. അറ്റ് ദ ബോട്ടം ദർ ഇസ് എ സെപ്പറേറ്റ് ഓയിൽ പാൻ. ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഓയിൽ പാൻ ഉണ്ടാവും മനസ്സിലാക്കി വെക്കുക. ദ ഫിൽട്ടർ എലമെന്റ് സാച്ചുറേറ്റഡ് വിത്ത് ഓയിൽ ഉണ്ട്, അതുപോലെ തന്നെ ഒരു സെപ്പറേറ്റ് ഓയിൽ പാൻ ഉണ്ട്. ഫിൽട്ടർ എലമെന്റ് ഓൾറെഡി സാച്ചുറേറ്റഡ് ആണ്, ഓയിലുമായിട്ട് സാച്ചുറേറ്റഡ് ആണ്. അതേപോലെ തന്നെ ഒരു സെപ്പറേറ്റ് ഓയിൽ പാനും ഉണ്ട്. അതിന്റെ വർക്കിംഗ് നമ്മൾ ആ ഫിഗർ കണ്ടു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് മനസ്സിലാക്കും. ഫിഗറിലേക്ക് നമുക്ക് പോവാം. റെഡി? ആദ്യം തന്നെ നോക്കൂ, ഇവിടെ നോക്കാം. ഇവിടെ ഉണ്ടാവുന്ന ഫിൽട്ടർ എലമെന്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫിൽട്ടർ എലമെന്റുകൾ സാച്ചുറേറ്റഡ് വിത്ത് ഓയിൽ ആണ്, ഓയിലുമായിട്ട് സാച്ചുറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അതിന്റെ കൂടെ തന്നെ നമ്മൾ ഇവിടെ ഒരു ഓയിൽ പാനും നമ്മൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ ഓയിൽ പാനിൽ കൊണ്ടുള്ള യൂസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻടേക്കിലൂടെ വരുന്ന എയർ നേരിട്ട് ഡയറക്റ്റ് ചെയ്യുന്നത് എവിടേക്കാ? ഈ ഓയിലിലേക്കാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇൻടേക്കിലൂടെ വരുന്ന എയർ നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്യുന്നത്? ഡയറക്റ്റ് ചെയ്യുന്നതാ. ഇവിടുന്ന് വരുന്ന എയർ നേരെ എത്തുന്നത് എവിടേക്കാ? നമ്മുടെ ഓയിലിലേക്കാണ്. ഓയിൽ ഡിപ്പ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ഓയിൽ ഫിൽറ്ററിലേക്ക് പോകുന്നത്. അപ്പം ഓൾറെഡി വലിയ കണ്ടാമിനൻസ്, വലിയ പാർട്ടിക്കിൾസ് ഒക്കെ നമ്മളിവിടെ സെഡിമെന്റ് ചെയ്യും. ഈ ഒരു 2 ഭാഗങ്ങളായിട്ട് സെഡിമെന്റ് ചെയ്യുന്നു. ബാക്കി വരുന്ന മൈന്യൂട്ട് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് നമ്മൾ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓയിൽ ഫിൽട്ടർ എലമെന്റ് ഉണ്ട്. അവിടെ ഓൾറെഡി ഓയിൽ ഡിപ്ഡ് ആണ്, അല്ലെങ്കിൽ ഓയിൽ കോട്ടഡ് ആണ്. ആ ഓയിൽ കോട്ടഡ് ആയതിനെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു ഏരിയയിലൂടെ നമ്മുടെ എയർ പോകുന്ന സമയത്ത് ആ ഒരു മോയ്സ്ചർ കണ്ടന്റ് അവിടെ ഉണ്ടാകുന്ന സ്മോൾ പാർട്ടിക്കിൾസിനെയും നമ്മൾ എന്താക്കുന്നു? ഇവിടെ ഫിൽട്ടർ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ നേരെ ഡയറക്റ്റ് ചെയ്തിട്ട് കാർബറേറ്ററിലേക്ക് എത്തിക്കുക എന്നുള്ള ഡയറക്ഷനാണ്. 2 ഭാഗത്തും അങ്ങനെ തന്നെയാണ്. 2 ഭാഗത്തും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എയർ നേരെ ഡയറക്റ്റ് ചെയ്യുന്നത് എവിടേക്കാണ്? ഓയിലിലേക്കാണ്. ഓയിൽ പാനിൽ നിന്ന് വലിയ വലിയ സെഡിമെന്റുകൾ അവിടെ സെഡിമെന്റേഷൻ നടന്നതിന് ശേഷം ബാക്കി വരുന്ന എയർ നേരിട്ട് എയർ ഫിൽട്ടറിലേക്ക് എത്തുന്നു. എയർ ഫിൽട്ടറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നോക്കൂ, എയർ ഫിൽട്ടറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ എയർ ഫിൽട്ടർ എന്താക്കുന്നു? അവിടെ ഒരു മോയ്സ്ചർ കണ്ടന്റ് ഉണ്ട്. ബാക്കി വരുന്ന മൈന്യൂട്ട് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഈ മോയ്സ്ചർ കണ്ടന്റ് അപ്രോച്ച് ചെയ്തതിന് ശേഷം, മോയ്സ്ചർ കണ്ടന്റ് ഫിൽട്ടർ ചെയ്തതിന് ശേഷം നേരിട്ട് നമ്മുടെ കാർബറേറ്ററിലേക്ക് എത്തിക്കുന്ന ഒരു രീതിയാണ്. റെഡി? ഓക്കെ. അതിന്റെ വർക്കിംഗ് നമുക്കൊന്നും കൂടി നോക്കാം. ഞാൻ പറഞ്ഞു തന്നെയാണ് നോക്കാം. ഇൻ ഫസ്റ്റ് സ്റ്റേജ് ദ എയർ സ്ട്രൈക്സ് ഓൺ ദ ഓയിൽ സർഫസ്, ദെൻ ദ റിവേഴ്സ് അപ്വേർഡ് ഇൻ ടു ദ ഫിൽട്ടർ എലമെന്റ്. അത് തന്നെയല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞോണ്ട് തന്നെ ആദ്യം തന്നെ ഈ ഒരു എയർ നേരെ സ്ട്രൈക്ക് ചെയ്യുന്ന എവിടേക്കാ? ഈ ഒരു പാനിലേക്കാ, ഓയിൽ പാനിലേക്കാണ് സ്ട്രൈക്ക് ചെയ്യുന്നത്. അതിനുശേഷമാണ് റിവേഴ്സ് ചെയ്തിട്ട് നേരെ എവിടേക്ക് പോകുന്നത്? ഓയിൽ ഫിൽറ്ററിലേക്ക് പോകുന്നത് മനസ്സിലാക്കി വെക്കാം. റെഡി? അതിനുശേഷം ദ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആർ അപ്ലൈഡ് ഓൺ ദ ഓയിൽ സർഫസ് ആൻഡ് അബ്സോർബ്ഡ് ബൈ ഇറ്റ്. അല്ലെ, വലിയ വലിയ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ ഓയിൽ സർഫസിൽ അബ്സോർബ് ചെയ്യപ്പെടുന്നു. ഇൻ ദ സെക്കൻഡ് സ്റ്റേജ് ദ പാർട്ടിക്കിൾ ക്ലീൻഡ് എയർ പാസ് ത്രൂ ദ ഫിൽറ്റേർഡ് എലമെന്റ് ഇൻ വിച്ച് ദ റിമൈനിങ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആർ റിട്ടേൺഡ്. അല്ലെ, ഒന്നാമത്തത് ഏറ്റവും വലിയ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഈ ഓയിലിൽ വന്ന് സെഡിമെന്റ് ചെയ്യുന്നു. ബാക്കി വരുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ ഓയിൽ ഫിൽട്ടർ എലമെന്റ്, അല്ലെ, ഓയിൽ ഡിപ്പ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഓയിൽ കോട്ടഡ് ആയിട്ടുള്ള ഫിൽട്ടർ എലമെന്റിനെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ? ഫ്രഷ് ആക്കി ക്ലീൻ ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കി വെക്കാം. റെഡി? അടുത്തത് ഫൈനലി ദ ക്ലീൻഡ് എയർ പാസ് ത്രൂ ദ കാർബറേറ്റർ ത്രൂ ദ പാസേജ് അവേ. അതിനുശേഷം ബാക്കി വരുന്ന എയർ നേരെ കാർബറേറ്ററിലേക്ക് എത്തുന്നു. ബേസ് അല്ലേ? മനസ്സിലായിട്ടുണ്ടല്ലോ, സംശയമൊന്നുമില്ലല്ലോ. റെഡി? അതിനുശേഷം ഓയിൽ വെറ്റഡ് ടൈപ്പ് എയർ ക്ലീനർ. രണ്ടാമത്തതാണ് ഓയിൽ വെറ്റഡ് ടൈപ്പ് എയർ ക്ലീനർ. ഒന്നാമത്തത് നമ്മൾ പറഞ്ഞു ഓയിൽ ബാത്ത് ടൈപ്പ് എയർ ക്ലീനർ. രണ്ടാമത്തെ ഓയിൽ വെറ്റഡ് ടൈപ്പ് എയർ ക്ലീനർ ആണ്. നോക്കുക, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഫിൽറ്ററിംഗ് എലമെന്റ് ജനറലി വയർ മെഷ്,
കോട്ടഡ് വിത്ത് ഓയിൽ. അതായത് ഇവിടെ കാണുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പാനിന് പകരം നമ്മുടെ ഒരു വയർ മെഷ് ഉണ്ടാവും. ഫിൽറ്ററിന് ഒരു ഓയിലുമായിട്ട് ഡിപ്പ് ചെയ്തിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു കോട്ടഡ് ചെയ്ത രീതിയിൽ ദ എയർ പാസസ് ത്രൂ ദിസ് എലമെന്റ് ആൻഡ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഓഫ് ദ എയർ അതേഴ്സ് ദ ഓയിൽ ഫിലിം. എന്താ അവിടെ ഉണ്ടാകുന്ന ഓയിൽ ഫിലിമിലേക്ക് നമ്മൾ ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അല്ലെ. നേരത്തെ രണ്ടും കൂടി ഒരുമിച്ച് ഉണ്ടായതിനെ കൊണ്ട് നമുക്കിത് കണക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഓയിൽ ബാത്ത് ഉണ്ടാവില്ല, അതിനുശേഷം ഒരു വയർ മെഷ് ഉണ്ടാവും. വയർ മെഷിലൂടെ എയർ കടത്തി വിടുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന അതേസീവ് ബോർഡ് എന്ന് പറഞ്ഞാൽ ഒരു ഓയിൽ ഫിലിം ഉണ്ടാവില്ല. ആ ഓയിൽ ഫിലിം അതിനെ അട്രാക്ട് ചെയ്ത് വെക്കുന്നു മനസ്സിലാക്കി വെക്കാം. ദിസ് ടൈപ്പ് ഓഫ് എയർ ക്ലീനർ ഷുഡ് ബി ക്ലീൻഡ് പീരിയോഡിക്കലി ക്ലീൻ ചെയ്തിരിക്കണം എവരി 800 കിലോമീറ്റർ ബൈ വാഷിംഗ് ദ വയർ മെഷ് വിത്ത് പെട്രോൾ ആൻഡ് പാരഫിൻ അല്ലെ. അവിടെ മനസ്സിലാക്കി വെക്കുക, ഈ വയർ മെഷ് എന്ന് പറയുന്നത് ഒരു ഓയിൽ ബാത്തിന് പകരം ഒരു വയർ മെഷാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ വയർ മെഷ് എപ്പോഴും പീരിയോഡിക്കലി ക്ലീൻ ചെയ്യണം. കാരണം നമ്മൾ അവിടെ പാർട്ടിക്കിൾസ് ഒക്കെ അവിടെയാണ്, ഡസ്റ്റ് പാർട്ടിക്കിൾസ് അവിടെയാണ് വന്ന് കണ്ടാമിനേറ്റ് ചെയ്യുന്നത്, സെഡിമെന്റ് ചെയ്യുന്നത്. എന്തിനെ കൊണ്ടാണ്? പെട്രോളിനെ കൊണ്ടോ അല്ലെ പാരഫിനെ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ ഈ വയർ മെഷിനെ ക്ലീൻ ചെയ്യേണ്ടത് മനസ്സിലാക്കുക. ആഫ്റ്റർ drying it properly coated with engine oil allowed to dry and again fitted to. ഇതിന്റെ പ്രോസസ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇവിടെ ചില എക്സാമുകളിൽ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഈ വയർ മെഷ് എന്തിനെ കൊണ്ടാണ് ക്ലീൻ ചെയ്യുക? പെട്രോൾ ആൻഡ് പാരഫിൻ ആണ്. ആഫ്റ്റർ ഡ്രൈയിങ് ഇറ്റ് പ്രോപ്പർലി ഡ്രൈ ചെയ്ത് കോട്ടഡ് വിത്ത് എഞ്ചിൻ ഓയിൽ കോട്ടഡ് ചെയ്യണം. അതുപോലെ അലോ ടു ഡ്രെയിൻ, വീണ്ടും ഡ്രെയിൻ ചെയ്യാൻ ഒരു അലോ ചെയ്യണം. ആൻഡ് അഗൈൻ ഫിറ്റഡ് ടു ദ വർക്കിംഗ്. അങ്ങനെ ആ ഒരു സൈക്ലിക് ഓപ്പറേഷനിലൂടെ തന്നെ ഇത് നടന്നിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കാം. റെഡി? ഇതാണ് ബേസിക്കലി ആ ഒരു ഓയിൽ വെറ്റഡ് ടൈപ്പ് എയർ ക്ലീനറിൻ്റെ. ഓയിൽ വെറ്റഡ് ടൈപ്പ് എയർ ക്ലീനർ നേരെ എവിടേക്കാണ് പോകുന്നതാ? ഇതിലൂടെ എയർ കടന്നിട്ട് ഓയിൽ ഫിൽട്ടർ എലമെന്റിലേക്ക് നേരിട്ട് കമ്പഷൻ ചേമ്പർ കാർബറേറ്ററിലേക്ക് എത്തുന്ന അവിടെ വയർ മെഷിലൂടെ നമ്മളിത് കടന്നു പോകുമ്പോൾ ഉണ്ടാവുന്ന ഉണ്ടാവുന്ന ഈ ഒരു സെറ്റപ്പ് അല്ലെ, ആ ക്ലീനിങ് അവിടെ നമുക്ക് നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കാം. റെഡി? ഈ ഒരു വയർ മെഷ് ആണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന വയർ മെഷാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പീരിയോഡിക്കലി ഒരു 800 കിലോമീറ്റർ കൂടുന്ന സമയത്ത് പീരിയോഡിക്കലി അത് എന്താക്കുന്നുണ്ട്, നമ്മൾ അതിനെ ക്ലീൻ ചെയ്ത് വീണ്ടും പാരഫിനിലോ പെട്രോളോ ക്ലീൻ ചെയ്ത് ഡ്രെയിൻ ചെയ്തിട്ട് വീണ്ടും ഫിറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി വെക്കാം. റെഡി? അടുത്തതാണ് പേപ്പർ പ്ലേറ്റഡ് ടൈപ്പ് എയർ ക്ലീനർ എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ എല്ലാത്തിന്റെ ദൗത്യം സെയിം ആണ്, പക്ഷെ അതിന്റെ ടൈപ്പ്, അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, വർക്കിങ്ങിന്റെ രീതി മാറുന്നത് മാത്രമേ ഉള്ളൂ. എന്താണ് പേപ്പർ പ്ലേറ്റഡ് ടൈപ്പ് എയർ ക്ലീനർ എന്ന് പറഞ്ഞാൽ? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഫിൽറ്ററിംഗ് എലമെന്റ് റെസിൻ ഇംബ്രിഗേറ്റഡ് പേപ്പർ എന്നാണ്. അതൊരു റെസിനാണ് ഉള്ളത് മനസ്സിലാക്കുക. ഒരു പേപ്പർ ടൈപ്പ് ഇംബ്രിഗേറ്റഡ് ആയിട്ടുള്ള ഒരു റെസിനാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ഒരു വയർ മെഷ് ആയിരുന്നെങ്കിൽ ഇവിടെ റെസിൻ ഇംബ്രിഗേറ്റഡ് ആയിട്ടുള്ള ഒരു പേപ്പറാണ്. ദിസ് ടൈപ്പ് ഓഫ് എയർ ക്ലീനർ ഇസ് മേഡ് ഇൻ ദ ഫ്രം. നമ്മുടെ ഈ ഒരു ഫിഗറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പേപ്പർ പ്ലേറ്റഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് എയർ ക്ലീനർ ആണ്, ഒരു റെസിനാണ് നമ്മൾ ഇതൊന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇറ്റ് ഹാസ് ഹൈ ഫിൽറ്ററിംഗ് എഫിഷ്യൻസി ബൈ പ്ലേറ്റിംഗ് ദ ന്യൂ പേപ്പർ എലമെന്റ് അല്ലേ. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഹൈ എഫിഷ്യൻസി എന്ന് പറഞ്ഞ ഒരു വേർഡ് ഉണ്ട്. ആ എഫിഷ്യൻസി എന്ന് പറഞ്ഞ വേർഡ് അങ്ങനെ തന്നെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന ലേയിലാണ് ഹൈ ഫിൽറ്ററിംഗ് എഫിഷ്യൻസി ഉള്ളതെന്ന് ചോദിക്കാറുള്ള സാധ്യതയുണ്ട്. പ്ലേറ്റിംഗ് ദ പേപ്പർ എലമെന്റ് എന്ന് ചോദിക്കാറുണ്ട്. ലാർജ് ഫിൽറ്ററിംഗ് സർഫസ് ഓഫ് പ്രൊവൈഡഡ് റെസ്ട്രിക്ഷൻസ് ആൻഡ് എയർ ഫ്ലോ ഓഫ് ദ മിനിമം. അതൊന്ന് ആലോചിച്ച് നോക്കുക. ലാർജ് ഒരു ഫിൽറ്ററിംഗ് സർഫസുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ എലമെന്റ് ഷുഡ് ബി ക്ലീൻഡ് പീരിയോഡിക്കലി അബൌട്ട് 20,000 കിലോമീറ്റർ. നേരത്തെ നമ്മുടെ ഓയിൽ വെറ്റഡ് ടൈപ്പ് എയർ ക്ലീനർ നോക്കിക്കഴിഞ്ഞാൽ 800 കിലോമീറ്റർ ആയിരുന്നു. ഇത് 2000 കുറച്ചുകൂടി കിലോമീറ്റർ കൂടിയിട്ടുണ്ട്. അതിന്റെ എഫിഷ്യൻസി കൂടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കാം. അതിന്റെ ഫിഗറിലേക്കൊന്ന് നമുക്ക് പോകാം. എയർ ഇൻലെറ്റ് ഉണ്ട്, എയർ ക്ലീനർ എഞ്ചിൻ, എയർ ക്ലീനർ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്ലേറ്റഡ് ടൈപ്പ് എയർ ഫിൽറ്റർ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ബേസിക്കലി നമ്മൾ ഓരോരോ ടൈപ്പ് പഠിക്കുന്ന സമയത്ത് അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും അതിന്റെ വർക്കിംഗ് രീതികളും അതിലെന്താണോ പ്രതിപാദിച്ചിട്ടുള്ള വേർഡ്, ഇവിടെ എഫിഷ്യൻസി കൂടുതലാണെന്നുള്ളതാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. തൊട്ട് മുമ്പ് എന്തായിരുന്നു പറഞ്ഞത്, ഹെവി ഡ്യൂട്ടി എന്നുള്ള കണ്ടീഷൻ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. റെഡി? ലാസ്റ്റ് ആൻഡ് ഫൈനൽ നോക്കുക, സെൻട്രിഫ്യൂഗൽ ടൈപ്പ് എയർ ക്ലീനർ ആണ്. സെൻട്രിഫ്യൂഗൽ ടൈപ്പ് എയർ ക്ലീനർ നോക്കി കഴിഞ്ഞാൽ ഇൻ ദിസ് ടൈപ്പ് ഓഫ് എയർ ക്ലീനർ ദ whirling motion is given to air due to which heavy dust particles are thrown out by the centrifugal force. whirling motion എന്ന് പറഞ്ഞാൽ whirling motion എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ജസ്റ്റ് റൊട്ടേറ്റിംഗ് മോഷൻ, ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന മോഷൻ എന്ന് മനസ്സിലാക്കി വെക്കുക. റൊട്ടേറ്റിംഗ് മോഷൻ ചെയ്യുന്ന സമയത്ത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം നമ്മുടെ ഈ ഓയിലുള്ള എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ ഓയിലുള്ള എയറിലുള്ള ഈ ഒരു ഡസ്റ്റ് പാർട്ടിക്കിൾസ് എന്താക്കുന്നു, മൂവ് ചെയ്യുന്നു. അപ്പോൾ ഇതിന്റെ മൂവ്മെന്റ് എങ്ങനെയാണ് വരുന്നത്, റൊട്ടേറ്റിംഗ് മോഷൻ ആണെന്ന് മനസ്സിലാക്കി വെക്കുക.
which heavy dust particles are thrown out by the centrifugal force to the periphery, the casing where is a leave through the slot. നോക്കൂ, ഇതാണ് ഇതിന്റെ കണ്ടീഷൻ. എയർ ഇതിലേക്ക് വരുന്ന സമയത്ത് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു, ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കൂ, പാർട്ടിക്കിൾസ് അങ്ങനെ അങ്ങോട്ട് തെറിച്ച് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെത്തേഡാണോ ചോദിച്ചു കഴിഞ്ഞാൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് യൂസ് ചെയ്തിട്ട് ഏത് ടൈപ്പ് ഓഫ് എയർ ക്ലീനറാണ് ക്ലീൻ ചെയ്യുക സെൻട്രിഫ്യൂഗൽ ടൈപ്പ് എയർ ക്ലീനർ ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കണം. ഇവിടെ വിർലിംഗ് മോഷൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. റെഡി? അപ്പോൾ നമ്മുടെ ടൈപ്പ് ഓഫ് എയർ ക്ലീനേഴ്സ് നമ്മളിവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട്. അതിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെക്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നോക്കാം അല്ലേ? ആദ്യത്തെ ചോദ്യം, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എയർ ക്ലീനർ വെൻ ദ എൻജിൻ ബാക്ക് ഫയർ? നോക്കൂ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എയർ ക്ലീനർ വെൻ ദ എൻജിൻ ബാക്ക് ഫയർ? ഏതാണ്? താഴെ പറഞ്ഞിരിക്കുന്ന ഒരു എയർ ക്ലീനർ ഫംഗ്ഷൻ ആണ്. ബാക്ക് ഫയർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫംഗ്ഷൻ എയർ വെൻ ദ എൻജിൻ ബാക്ക് ഫയർ. താഴെ കൊടുത്തിരിക്കുന്ന ഏത് ഫംഗ്ഷനാണ് വരിക? ഫ്ലെയിം അറസ്റ്റർ, ഡിഫ്യൂസർ, ഫ്ലെയിം അറസ്റ്റർ ആൻഡ് ഡിഫ്യൂസർ, പ്രഷർ റിലീഫ്. ഏതാണ് വരിക? ആലോചിച്ച്. ഫ്ലെയിം അറസ്റ്റർ അല്ലേ? നമുക്ക് പല സാഹചര്യം കേട്ടില്ല. ഫ്ലെയിം അറസ്റ്റർ. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് എയർ ക്ലീനർ വെൻ ദ എൻജിൻ ബാക്ക് ഫയർ ചെയ്യുന്ന സമയത്ത് അത് ഫ്ലെയിം അറസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം അറസ്റ്റ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ എയർ ക്ലീനർ ഫ്ലെയിം അറസ്റ്റ് ചെയ്യാറുണ്ടെന്ന് മനസ്സിലാക്കി വെക്കും. റെഡി? അടുത്തത്, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് എയർ ക്ലീനർ കൺസേണിങ് ദ കാർബറേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എയർ ഫ്യൂൽ മിക്സറിനെ മിക്സ് ചെയ്യുന്ന സിസ്റ്റത്തിനാണ് നമ്മൾ കാർബറേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞത്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് എയർ ക്ലീനർ കൺസേണിങ് ദ കാർബറേഷൻ സിസ്റ്റം മനസ്സിലാക്കി വെക്കുക. Carburation. Which among the following is the function of air cleaner concerning the carburation system? Option A, reducing agent. Option B, catalyst. Option C, silencer. Option D എന്ന് പറഞ്ഞാൽ വെന്റിലേഷൻ. ഏതാ വരിക? ഓപ്ഷൻ സി ആണ്, സൈലൻസർ ആണ് വരിക എന്ന് മനസ്സിലാക്കി വെക്കുക. കാരണം റെഡ്യൂസിങ് ഏജന്റ് നമുക്ക് വരാൻ സാധ്യത കാർബറേഷൻ സിസ്റ്റത്തിൽ ഒരു കാറ്റലിറ്റിക് കൺവേർട്ടർ നമ്മൾ കൺസേണിങ് കാർബറേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ സൗണ്ട് സൈലൻസ് ചെയ്യാം എന്ന് കണ്ടീഷൻ നോക്കാം. വെന്റിലേഷൻ ഒന്നും വരാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കി വെക്കുക. റെഡി? അടുത്ത ചോദ്യം നോക്കാം. Which part of the engine does not rapidly wear out due to the imbutilized dust? ഡസ്റ്റുകൾ ഉണ്ടെങ്കിൽ റാപ്പിഡ്ലി വിയർ ഔട്ട് ചെയ്യാത്ത പാർട്ടികൾ. സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻ. സിലിണ്ടർ, പിസ്റ്റൺ റിങ്, ക്യാം ഷാഫ്റ്റ്, ഇതൊക്കെ നോക്ക് ഡസ്റ്റ് പാർട്ടികളെ ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ല. ക്യാം ഷാഫ്റ്റ് നമുക്ക് അങ്ങനെ പെട്ടെന്ന് കോണ്ടാക്ട് വരില്ല. അപ്പൊ ക്യാം ഷാഫ്റ്റ് ആയിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കുക. റെഡി അല്ലേ? അടുത്ത ചോദ്യം, when an air cleaner get clogged with the dirt, how are the airflow, engine performance and fuel consumption of respective? ജനറൽ കോഴ്സ് ആണ്. നമ്മുടെ ഒരു എയർ ക്ലീനർ ക്ലോഗ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന എയർ ഫ്ലോ, എഞ്ചിൻ പെർഫോമൻസ് ആൻഡ് എയർ ഫ്യൂൽ കൺസപ്ഷൻ എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കുക, ഓപ്ഷൻ ബി ആണ് ആൻസർ. എങ്ങനെ നോക്കി? ഇൻക്രീസ്, ലാഗിഷ്, ലോവർ. ഈ എയർ ഫ്ലോ ഇൻക്രീസ് ആവും? ഒരിക്കലും ഇല്ല. എയർ ഫ്ലോ ഡിക്രീസ് ആവാനുള്ള സാധ്യത അവിടെ വെക്കാം. ഇൻക്രീസ് ആവാനുള്ള സാധ്യതയല്ല. എയർ ഫ്ലോ ഇൻക്രീസ് ആവാനുള്ള സാധ്യത ഹാസ് നോൺ എഫക്ട് ഒരിക്കലും വരില്ല. അപ്പോൾ ഓപ്ഷൻ ബി തന്നെയാണ് കറക്റ്റ് ആൻസർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, പെട്ടെന്ന് നമുക്ക് ആൻസർ കണ്ടെത്താനുള്ള ഒരു ചോദ്യമാണ്. അടുത്ത്, വിച്ച് among the following is an example for an oil bath air cleaner? നമ്മൾ നോക്കിയിട്ടുണ്ട്. ഓയിൽ ബാത്ത് എയർ ക്ലീനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞത് ഹെവി ഡ്യൂട്ടി എയർ ക്ലീനർ എന്നായിരുന്നു. ഓപ്ഷൻ സി നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്താണ്. അത് ഹെവി ഡ്യൂട്ടി എയർ ക്ലീനർ. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന വേർഡ്സുകളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മനസ്സിലാക്കാം. വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഹെവി ഡ്യൂട്ടി എയർ ക്ലീനർ ആണ് ആൻസർ എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. റെഡി? അടുത്ത ചോദ്യമാണ്, ഇൻ വിച്ച് ടൈപ്പ് ഓഫ് എയർ ഫിൽട്ടർ ഈസ് ഐഡ്ലിംഗ് ഓർ ക്ലോഗ്ഡ് സ്റ്റാർട്ടിംഗ് കണ്ടീഷൻ ഇൻകമിംഗ് എയർ ഹീറ്റഡ് ആൻഡ് ദെൻ സെൻഡ് ടു ദ ക്ലീനർ? ആലോചിച്ച് നോക്കാം, ഏത് ടൈപ്പ് ഓഫ് എയർ ക്ലീനർ? ഇത്രയും ടൈപ്പ് ഓഫ് എയർ ക്ലീനറിന്റെ ആൻസർ തെർമോസ്റ്റാറ്റിക് കൺട്രോൾ എയർ ക്ലീനർ ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് എയർ ക്ലീനർ ആണ്. ഇതാണ് അതിന്റെ പിക്ചറായിട്ടുള്ള റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ. ഇതിന്റെ പ്രത്യേകത, സാധാരണ കേസുകളിൽ ഔട്ട്ലെറ്റിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന എയറിനെ നേരിട്ട് എയർ ക്ലീനറിലേക്ക് എത്തിക്കുന്നതിന് പകരം ഇത് കുറച്ചും കൂടി എന്ത് ചെയ്യാണ്, എയർ ക്ലീനർ നിന്ന് എന്ത് ചെയ്യണം, തെർമോസ്റ്റാറ്റ് എയർ ക്ലീനർ or called heated air inlet system എന്നായാലും മറ്റൊരു പേര് പറയാം കേട്ടോ. ദ ഓട്ടോമോട്ടീവ് എമിഷൻ കൺട്രോൾ ഡിവൈസ്, ഇറ്റ് ഈസ് ഓട്ടോമാറ്റിക്കലി റെഗുലേറ്റ് ദ ടെമ്പറേച്ചർ ഓഫ് ദ എയർ എൻ്ററിങ് ദ കാർബറേറ്റർ. അതായത് കാർബറേറ്ററിലേക്ക് എൻ്റർ ചെയ്യുന്ന എയറിന്റെ ടെമ്പറേച്ചർ എഫിഷ്യന്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനോട് ഉദാഹരണം. ഇതിന്റെ പാർട്ടിക്കിൾസ് ഒന്നും ആലോചിച്ച് വെച്ചാൽ നമ്മുടെ സിലബസ് ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ നമ്മൾ ആഡ് ചെയ്തേ ഉള്ളൂ, ഒന്ന് ആലോചിച്ച് വെക്കുക. റെഡി? നമുക്ക് ഒരു എയർ ഡോർ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, വാക്വം മോട്ടർ, അതുപോലെ തന്നെ ടെമ്പറേച്ചർ സെൻസർ നമുക്ക് ഇവിടെ കാണാറുണ്ട്. അങ്ങനെ എക്സോസ്റ്റ് മാനിഫോൾഡ്, ഇന്നറ്റ് മാനിഫോൾഡ് ഒക്കെ വെച്ചിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ടെമ്പറേച്ചർ ഇവിടെ നോക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്
മനസ്സിലാക്കേണ്ടത് ഇത് മാത്രമാണ്. ഓട്ടോമാറ്റിക്കലി റെഗുലേറ്റ് ദ ടെമ്പറേച്ചർ ഓഫ് ദ എയർ എൻറ്ററിങ് കാർബറേറ്ററിലേക്ക് ഓർ ത്രോട്ടിൽ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാമെന്ന അത് തന്നെയായിരുന്നു ചോദ്യം വരുന്നത്. വിച്ച് ടൈപ്പ് ഓഫ് എയർ ഫിൽട്ടർ ഐഡ്ലിംഗ് ഓർ കോൾഡ് സ്റ്റാർട്ടിംഗ് കണ്ടീഷൻ ഇൻകമിങ് എയർ ഹീറ്റഡ് ഇൻ ദ സെൻഡ് ദ ക്ലീനറിലേക്ക് സെൻഡ് ചെയ്യുന്ന ഹീറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്നത് എന്താ? തെർമോസ്റ്റാറ്റിക് കൺട്രോൾ എയർ ക്ലീനർ ആണെന്ന് മനസ്സിലാക്കി. റെഡി? അപ്പം നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഒട്ടനവധി ക്വസ്റ്റ്യൻസും എയർ ക്ലീനേഴ്സിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റൊരു ക്ലാസ്സിൽ കാണുന്നവരെ താങ്ക് യു.